ഏതൊരു വ്യക്തിക്കും സാന്ത്വനം നൽകുവാൻ പര്യാപ്തമായത് എന്ന കർത്താവിന്റെ നാമത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേഗമെന്നവനായ കർത്താവ് നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ. പത്രോസ് ശ്ലീഹ എഴുതിയ 2 ലേഖനങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത്. പത്രോസ് ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇന്ന് പ്രകാരം ദൈവസന്നിധിയിൽ വായിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ പോവുകയാണ്. 1 പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹി കെയർ ഫോർ യു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു, നമ്മൾക്ക് വേണ്ടി കരുതുന്നു, എനിക്ക് വേണ്ടി കരുതുന്നു. ദൈവം ഒരു കൂട്ടം ആൾക്കാരുടെ മാത്രം കരുതൽക്കാരനല്ല, എല്ലാവരുടെയും കരുതൽ അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു, എനിക്ക് വേണ്ടി കരുതുന്നു. എന്നെ വ്യക്തിപരമായി കരുതുന്നു, എന്റെ കുടുംബത്തെ കരുതുന്നു, എന്റെ കുഞ്ഞുങ്ങളെ കരുതുന്നു, എന്റെ മാതാപിതാക്കളെ കരുതുന്നു, എന്റെ സുഹൃത്തുക്കളെ കരുതുന്നു, എന്റെ സ്നേഹിതരെ കരുതുന്നു, എന്റെ ചുറ്റുപാടുള്ളവരെ കരുതുന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലവാസികളെ കരുതുന്നു. ലോകമെമ്പാടും ദൈവത്തിന്റെ കരുതൽ വലയത്തിൽ എന്നും സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ അറിയാതിരിക്കരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആദ്യത്തെ കരുതൽ എവിടെയാണ് ആരംഭിക്കുന്നത് അറിയാമോ? ഫ്രം ഏദൻ. അത് ഏദൻ തോട്ടത്തിൽ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ഉണ്ട്. അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമെല്ലാം നൽകി. എന്നാൽ അനുസരിക്കാൻ പറഞ്ഞ നിയമം ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചു. അവരെ കാണുവാൻ ദൈവം അവരുടെ വാസസ്ഥലത്തേക്ക് വന്നപ്പോൾ അവർക്ക് ദൈവത്തെ കാണുവാൻ പ്രയാസമാണ്. ദൈവം പേര് വിളിച്ച് ആദാമേ നീ എവിടെയും ചോദിച്ചപ്പോൾ ആദാം ദൈവത്തോട് പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് നിന്നെ വെളിപ്പെടുവാൻ കഴിയത്തില്ല, ഞങ്ങൾ നഗ്നരാണ്. ഈ കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഭാര്യ ഭർത്താവും പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം, യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. 1-ാമത്തെ കേളി, ആദ്യത്തെ കരുതൽ, ആദ്യത്തെ ദൈവത്തിൻ്റെതായ സംരക്ഷണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 21 കാണുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, ഏത് സ്ഥലത്ത് ഏത് വ്യക്തിക്ക് വേണ്ടി ഏത് ആവശ്യമുണ്ടോ അത് ദൈവം കരുതുന്നവനാണ്. അവൻ കരുതാതെ കൈവിടുന്ന ദൈവമല്ല, അവൻ കരുതാതെ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ കരുതാതെ നമ്മളെ മറക്കുന്ന ദൈവമല്ല. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അബ്രഹാമിന്റെ ഏകമകൻ ഈശ്വരനെ മോറിയ മലയിലേക്ക് അബ്രഹാം തനിച്ച് യാഗത്തിന് കൊണ്ടുപോകുമ്പോൾ വേണ്ട സാധന സാമഗ്രികളെല്ലാം അബ്രഹാമിന്റെ കയ്യിലുണ്ട്. അപ്പനും മോനും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, എല്ലാ സജ്ജീകരണങ്ങളും അപ്പ നിന്റെ പകലുണ്ട്, യാഗമൃഗത്തിനുള്ള ആ വസ്തു എവിടെയെന്ന് ചോദിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അബ്രഹാം തന്റെ മകനോട് പറഞ്ഞത്, ദൈവം കരുതിക്കൊള്ളും മകനെ. പ്രിയ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അവസാനം മകനെ യാഗപീഠത്തിൽ യാഗത്തിന് വേണ്ടി ക്രമീകരിച്ച് കിടത്തി. മകനെ യാഗം കഴിക്കുന്നതിന് മുമ്പ് അബ്രഹാമിന്റെ മുന്നിൽ ദൈവത്തിന്റെ കരുതലായ ആട്ടുകൊട്ടിനെ കാണുവാനിടയായി. ഇതുപോലെ ഞാൻ പറയട്ടെ, പ്രയാസത്തിലാകട്ടെ, പ്രതിസന്ധിയിലാകട്ടെ, വിഷമത്തിലാകട്ടെ, വൈഷമ്യങ്ങൾ കടന്നു വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കരുതിയ കർത്താവുണ്ട്, നമ്മളെ കരുതിയ ദൈവമുണ്ട്, നമുക്ക് വേണ്ടിയെല്ലാം ക്രമീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഏതൻ തോട്ടം മുതൽ അനന്തരം വരെ നമുക്ക് വേണ്ടി അവൻ കരുതുകയാണ്. അവസാനം അവന്റെ കരുതലിന് വേണ്ടി അവൻ
പോയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഏതൻ തോട്ടം മുതൽ നിത്യതയോടെ കരുതുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ കർത്താവാണ്, അത് നമ്മുടെ യേശുവാണ്, അത് നമ്മുടെ രക്ഷകനാണ്, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആ കർത്താവിനെ നമ്മൾ അനുഗമിച്ചാൽ, ആ കർത്താവിനെ ആരാധിച്ചാൽ, ആ കർത്താവിനെ പിൻപറ്റിയാൽ, ആ കർത്താവിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുവിധമായ പോരായ്മകളിലും നമ്മൾ പട്ടിലകന്നു പോകത്തില്ല. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതും. പ്രിയ ദൈവമക്കളെ, പത്രോസ് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. നമുക്കറിയാം ഇതിന്റെ കോണ്ടസ്റ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4, 5, 6, 7 ഈ വാക്യങ്ങളാണ്. ഒരു രാത്രി മുഴുവനും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പത്രോസും തന്റെ കൂടെയുള്ള മറ്റ് സ്നേഹിതന്മാരും, ഇവര് മൊത്തം 4 പേരാണ്. 4 പേര് പകല് ഒന്നും സംഭവിച്ചില്ല, ഒന്നും നേടിയില്ല. രാത്രിയിൽ ജീവിതത്തിന്റെ അന്നത്തിന് വേണ്ടി കടലിൽ പോയി വല വീശുകയാണ്. സമയങ്ങൾ കഴിഞ്ഞുപോയി, ഒന്നും കിട്ടിയില്ല. നിരാശയിൽ എങ്ങനെ ഒന്നുമില്ലാതെ വെറുകയോടെ മടങ്ങിപ്പോകുന്നുള്ള മാനസിക സംഘത്തിന് മുറ്റി നിൽക്കുന്ന സമയം കർത്താവായ യേശു അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ചെന്നിട്ട് കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കുവാൻ യേശുവിനേക്കാൾ ഈ കാര്യത്തിൽ പരിചയമുണ്ട്. ആ കടല് പത്രോസിന് നല്ല സുപരിചിതമാണ്. പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം. വല ഇറക്കിയപ്പോൾ ഇന്നയോളം പത്രോസ്ലിഹ കണ്ടിട്ടില്ലാത്ത മീൻ നിക്ഷേപം കണ്ടുവെങ്കിൽ അവൻ രാത്രിയല്ല പകലല്ല ഏത് സമയത്തും തന്റെ ജനത്തിനു വേണ്ടി കരുതുന്നവൻ കടലിൽ പത്രോസിന് വേണ്ടി ഒരു സ്ഥലത്തും ഇല്ലാതിരുന്ന മീനെ പത്രോസിന്റെ വലയിറങ്ങിയ ആ സ്പോട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് കരുതിയവനാണ് നമ്മുടെ കർത്താവെങ്കിൽ. പ്രിയ ദൈവമക്കളെ, ഈ കരുതലിന്റെ മൗനം മനസ്സിലാക്കിയ പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവൻ ഏതൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വായ്ക്കും വേണ്ടി കരുതി. ഉൽപ്പത്തി 22-ൽ അബ്രഹാമിനും തന്റെ മകന് വേണ്ടി അവൻ കരുതിയെങ്കിൽ ലൂക്കോസ് 5-ാം അധ്യായത്തിൽ പത്രോസിനും തന്റെ കൂടെയുള്ള 3 സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ കരുതിയെങ്കിൽ അത് മാത്രമാണോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാര് പിന്നെ അവരുടെ വഴിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി അവർ ഇരിക്കുന്ന സമയം കർത്താവായ യേശു അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് കഴിക്കുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കഴിക്കുവാൻ വല്ലതുമുണ്ടോ? അവർ ഒരാഹാരം അവിടെ കരുതി വെച്ചിട്ടില്ല. യോഹന്നാൻ 21-ൽ നിമിഷ മാത്രയിൽ അവിടെ ആഹാര ക്രമീകരണം ഉണ്ടാകുകയാണ്. നമ്മുടെ ദൈവം വിശക്കുന്നവനെ പട്ടിണി കിടക്കുന്നവനല്ല, ദാഹിക്കുന്നവനെ ദാഹിച്ച് മരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവനല്ല. പ്രിയ ദൈവമക്കളെ, വസ്ത്രമില്ലാത്തവൻ നഗ്നനായി കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നവരല്ല. മുറിവേറ്റവൻ മുറിവിൽ നിന്ന് രക്തമൊഴുകി മരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരല്ല. നമ്മുടെ ദൈവം ഏതൊരു വ്യക്തിക്കും ആവശ്യം അറിഞ്ഞ് ആവശ്യ സമയത്ത് ആവശ്യമുള്ളത് കരുതുന്ന കർത്താവാകിയാൽ പത്രോസ് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ കരുതൽ ഏറ്റവും ഭയങ്കരമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ യേശുവിന്റെ സംഭാഷണം കേൾക്കുവാനായിട്ട് വന്നു. എന്നാൽ ആ സംഭാഷണത്തിൽ
ഉറക്കത്തിൽ മുഴുകി മണിക്കൂറുകൾ കഴിഞ്ഞു. അവർ പോകുമ്പോൾ വിശപ്പുള്ളവരാണ്. അവരൊരിക്കലും വിശന്ന് വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കാൻ 5 അപ്പവും 2 മീനും കൊണ്ട് അവരെ തീറ്റിപ്പോറ്റി മിച്ചം വരുത്തിയ ദൈവമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഏതൊരു ആവശ്യത്തിനു വേണ്ടി നമ്മളെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം ഓർപ്പിക്കുകയാണ്. പ്രിയ ആശ്ചര്യമുള്ള ദൈവമക്കളെ, മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ 38 വർഷമായി പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വർഷമായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വർഷമായിരിക്കാം, ഒരു സ്ത്രീ പ്രിയ ദൈവമക്കളെ ഗർഭാശയ ക്യാൻസർ ഉണ്ടായി ഏതു സമയവും രക്തം തന്റെ ശരീരത്തിൽ നിന്ന് വാർന്നു പോകുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കുകയാണ്. കർത്താവായ യേശു ആ സ്ത്രീക്ക് ഇത്രയും നാളത്തെ ജീവിതാനുഭവത്തിലെ പ്രയാസമേറിയ ശരീരത്തിൽ നിന്ന് ജീവരക്തം വാർന്നു പോകുന്ന ആ ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തെ മാറ്റി സൗഖ്യമാക്കി അവിടുന്ന് വരുന്നതായി മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. രക്തസ്രാവക്കാരിയെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഏതാണ്ട് 12 വർഷം ഒരു വേദപണ്ഡിതൻ പറയുണ്ടായി. അതിന്റെ ഏതാണ്ട് 3 ഇരട്ടി 36 വർഷത്തോളം ഇവള് ഇങ്ങനെ കഴിയാണ്. ആ രോഗം മൂർച്ഛിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 12 വർഷമായി 24 വർഷം ചെറിയ ചെറിയ രീതിയിൽ ആ രോഗം അവളെ പിടിപെട്ടു. അവൾ ആ രോഗമെല്ലാം സഹിച്ചു കൊണ്ടുപോയി. എന്നാൽ കഴിഞ്ഞ 12 വർഷമായിട്ട് അവളുടെ രോഗം അതീവ ഗുരുതരമായി. ഒരു വൈദ്യന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പല വൈദ്യന്മാരും ഏറി ഒന്ന് സഹിച്ച് നമുക്കറിയാം. ഒരു വയറുവേദനയുമായി ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു രോഗി ചെന്നാൽ അദ്ദേഹം ആ വ്യക്തിയുടെ വയറ് മൊത്തം ഞെക്കി ഞെക്കിയാണ് പരിശോധിക്കുന്നത്. ശരിയായില്ല. അടുത്ത ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ അയാൾ വയറ് മുകളിലും താഴെയും വലത്തുമിടത്തെല്ലാം ഞെക്കി ഞെക്കി അദ്ദേഹത്തിന്റെ വയറ് നോക്കും. ഇതേപോലത്തെ ഒരു അനുഭവമാണ്. അനവധി ഡോക്ടർമാരെ കണ്ടു. അവരെല്ലാം പരീക്ഷണം നടത്തി പരിശോധിച്ചിട്ട് ഇവരുടെ രോഗം കുറഞ്ഞില്ല, കൂടിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ കർത്താവിന്റെ ഒരു കരുതൽ ഈ നീണ്ട വർഷക്കാലത്തെ ജീവിതത്തിലെ വേദനയേറിയ കൈപ്പേറിയ തെറ്റിയ അനുഭവത്തിന്റെ നടുവിൽ എന്റെ കർത്താവിന്റെ ഒരു ചെറിയ കരുതലുണ്ടായിരുന്നു. കർത്താവ് യേശു പറഞ്ഞു, നീ പൊയ്ക്കോ. പ്രിയ ദൈവമക്കളെ, അവർ സുഖമുള്ളവരായി സൗഖ്യമുള്ളവരായി പോയി എന്നാണ് നമ്മൾ മാർക്കോസ് 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 38 വർഷമായി ഒരു തളർവാദ രോഗി ബെഥസ്ദ കുളക്കരയിൽ കിടക്കുകയാണ്. ഇന്നയോളം സുഖം കിട്ടിയിട്ടില്ല, ഇന്നയോളം സൗഖ്യം കിട്ടിയിട്ടില്ല, ഇന്നയോളം ആരും അവർക്ക് വേണ്ടി കരുതിയിട്ടില്ല. കാരണം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ആരോരുമില്ലാത്ത ഒരു മനുഷ്യനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കരുതലിന്റെ കരം, കരുതലിന്റെ ശബ്ദം, കരുതലിന്റെ ആ സാന്നിധ്യം ഈ മനുഷ്യന്റെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഏറിയ നാളായി ഇവൻ ഇങ്ങനെ കിടക്കുന്നുവെന്ന് ആ കരുതലിന്റെ ഉടമസ്ഥൻ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിനക്ക് സുഖപ്പെടുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആ മനുഷ്യൻ പറഞ്ഞില്ല, എനിക്ക് സുഖം വേണം. ആ മനുഷ്യൻ പറയാണ്, കർത്താവേ, എനിക്ക് ആരുമില്ല, എന്റെ അമ്മയില്ല, എന്റെ അപ്പനില്ല, എന്റെ ഗുണപ്രഭുമില്ല, എന്റെ സ്നേഹിതരില്ല, എന്റെ സുഹൃത്തുക്കളില്ല, എനിക്ക് ആരുമില്ല, ഞാനൊരു അനാഥനാണ്. അതുകൊണ്ട് നീണ്ട 37 വർഷമായിട്ട് ഒരു സഹായവും ഇല്ലാതെ ഒരു കരുതലുമില്ലാതെ ഇതാ ഞാനിങ്ങനെ കിടക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു അവരോട് പറഞ്ഞു, എഴുന്നേൽക്കുന്നതിന്റെ കിടക്ക് ഇങ്ങോട്ട് പോകുക, ഇനി ഒരിക്കൽ നീ കിടക്കേണ്ടി വരുന്നില്ല. പ്രിയ ദൈവമക്കളെ, ആശയത്തെ സ്ഥാനത്ത്, പ്രതീക്ഷയുടെ സ്ഥാനത്ത് എല്ലാം കൈവെടിപ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ, ലോകം പോലെ നമ്മളെ വെറുക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കെയർ ഗീവർ ആരാണെന്ന് ചോദിച്ചാൽ മൈ ജീസസ് എന്ന് ഞാൻ പറയട്ടെ.
ആമേ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതൽ ഉണ്ടെങ്കിൽ ആ കരുതലിന്റെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവാണ്. അവൻ കരുതുക മാത്രമല്ല, കരുതി വെച്ചത് തരുന്നതും കൂടെയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവമായ കർത്താവ് ശരീരസുഖം, രോഗസൗഖ്യം, മാറ്റുന്ന അനുഭവം, ആഹാരം, ഇതൊന്നും മാത്രമല്ല നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത്. അവൻ ആവശ്യം വന്നാൽ പണവും തരും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സാധാരണ ആർക്കും വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മത്തായി 17:27 ഒരു സംഭവമുണ്ട്. യേശുവിനുള്ള ശിഷ്യന്മാര് എല്ലാം കളഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ അവർ യഹൂദന്മാരാണ്. അവർക്ക് വർഷത്തിലൊരിക്കൽ അവരുടെ ടാക്സ്, അവരുടെ കരം അടയ്ക്കണം. എന്നാൽ യേശുവിന്റെ കൂടെ നടക്കുന്നു, ഒരു പൈസയുമില്ല. പത്രോസ് പറയാണ്, ഇത് ലാസ്റ്റ് ദിവസമാണ്, നാളെ കരം അടച്ചില്ല എങ്കിൽ ഞങ്ങളുടെ എല്ലാം കൂടെ ജപ്തി ചെയ്തു പോകും എന്ന് പത്രോസ് പറയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവ് യേശുവിന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. കർത്താവ് യേശു പറഞ്ഞു, നീ എപ്പോഴും വല വീശുന്ന ആളാണല്ലോ, നീ വല വീശാൻ പോകണ്ട, നീ ഒരു ചൂണ്ടയെടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. കാരണം വലയിൽ കയറാൻ പറ്റിയതായിരിക്കില്ല. അവൻ ആ ചൂണ്ടയെടുത്തോണ്ട് പോയി ആ കടലിട്ടു. ആ ചൂണ്ടയിലെ സൂചിയിൽ ഒരു മീൻ കൊരുത്തു. ആ മീനെ എടുത്തോണ്ട് വന്ന് അതിന്റെ വാ പിളർന്നപ്പോൾ പത്രോസിനും തന്റെ കൂടെയുള്ളവർക്കും ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം കൊടുക്കുവാനുള്ള ദ്രഹ്മ ടാക്സ് മണി ആ മീനിന്റെ വായിലുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കരുതൽ അപാരമാണ്. ദൈവത്തിന്റെ കരുതൽ അവർണ്ണനീയമാണ്. ദൈവത്തിന്റെ കരുതൽ ഈ ലോകത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഏതെല്ലാം തുറകളിൽ എങ്ങനെയെല്ലാം ആവശ്യങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരാളെ നമ്മളവിടെ വായിക്കുന്നു. ഒരു പുരുഷനാണ്, പുറമി കുരുടൻ എന്നാണ് പറയുന്നത്. പുറമിയിലെ കുരുടനാണ്. പ്രിയ ദൈവമക്കളെ, അവന് വേണ്ടതും കർത്താവ് നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെ? പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണ് യേശു തുപ്പൽ കൊണ്ട് നനച്ചിട്ട് അവന്റെ കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞു, നീ പോയി കഴുകുക. പ്രിയ ദൈവമക്കളെ, അവൻ പോയി കഴുകി കണ്ണ് കാഴ്ചയുള്ളവരായി വന്നു. ആമേൻ. എത്ര നാള് ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കൽ പോയി തൊഴിൽ ഒഴിച്ചു വെച്ച് കണ്ണില് എന്താ വെച്ച് കെട്ടി. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, നമ്മളൊരു കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ, കണ്ണ് എന്തെങ്കിലും ചികിത്സ ചെയ്താൽ ഡോക്ടർമാർ പൊരിഞ്ഞ് കെട്ടിവിടും, കണ്ണ് കാണത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒന്നും ചെയ്തില്ല. കർത്താവായ യേശുവിന് ഒരു മരുന്ന് കൊടുക്കേണ്ടി വന്നില്ല, ഒരു മരുന്ന് വെച്ചേണ്ടി വന്നില്ല. പക്ഷേ നീ പോയി കഴുകുന്ന സമയം മാത്രം മതി. പ്രിയ ദൈവമക്കളെ, അവൻ പോയി കഴുകി കണ്ണിന് കാഴ്ച കിട്ടി. ദൈവത്തിന്റെ കരുതൽ എത്രയോ അവർണ്ണനീയമാണ്. ദൈവത്തിന്റെ കരുതൽ എത്രയോ ഭിന്നങ്ങളാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം കരുതുന്നു. അവൻ നമുക്ക് വേണ്ടി വസ്ത്രം കരുതുന്നു, അവൻ നമുക്ക് വേണ്ടി ആഹാരം കരുതുന്നു, അവൻ നമുക്ക് വേണ്ടി പ്രകാശം കരുതുന്നു. അത് മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി പണവും കരുതുകയാണ്. അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. യോഹന്നാൻ 11:44 പോകുമ്പോൾ മരിച്ച് 4 ദിവസമായി കല്ലറയിൽ കിടക്കുന്ന ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നെങ്കിൽ മരണത്തിലും ഒരു കരുതൽ ദൈവത്തിന്റേതുണ്ട്. അതാണ് പറയുന്നത്, പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തുന്നു. ആമേൻ. ദൈവത്തിന്റെ കരുതൽ ജനനം മുതൽ മരണം വരെയുമുണ്ട്. ദൈവത്തിന്റെ കരുതൽ ഏവൻ തോട്ടം മുതൽ നിത്യമായ സ്വർഗീയ പ്രതീക്ഷ വരെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം കരുതുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവൻ കരുതുന്നത് എത്രയോ വലുതാണ്. നമുക്കറിയാം, ലൂക്കോസ് 7-ാം അധ്യായത്തില് ഒരു റോമൻ പട്ടാള മേധാവി ശതാധിപൻ എന്നാണ് നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് കാണുന്നത്. 100 പട്ടാളക്കാരുടെ മേധാവിയാണ്. തന്റെ ബാല്യക്കാരൻ സുഖമില്ലാതെ ഇടയ്ക്കാണ് യേശു ആ മഹാന്റെ വീട്ടിലേക്ക് പോവുകയാണ്.
വഴിയിൽ വെച്ച് ഈ പട്ടാള മേധാവി യേശുവിനെ കണ്ടിമുട്ടിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ബാല്യക്കാരൻ മരിക്കുന്നതിന് മുമ്പേ നീ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, യേശുവിന് വീട്ടിൽ ചെന്ന് സൗഖ്യമാക്കേണ്ട ആവശ്യമില്ല. നീ പൊയ്ക്കോ, നിന്റെ ബാല്യക്കാരൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രിയ ദൈവത്തിന്റെ വാക്ക് കേട്ട ഈ പട്ടാള മേധാവി വീട്ടിലേക്ക് ചെന്നപ്പോൾ രോഗിയായി മരണക്കിടക്കയിൽ കിടന്ന ബാല്യക്കാരൻ എഴുന്നേറ്റു. അവിടെ ചെന്ന് ചോദിച്ചു, എപ്പോഴാണ്? ഇന്നലെ രാത്രി 7 മണിക്ക് കഫർനഹൂമിൽ വെച്ച് എന്റെ കർത്താവിനോട് പറഞ്ഞ സമയം ഞാൻ അവിടുന്ന് എന്റെ നരിയാണികൾ ഭരിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ മരണാസന്നനായി കിടന്ന എന്റെ ബാല്യക്കാരനെങ്കിൽ പ്രിയ ദൈവമക്കളെ, അവന്റെ വാക്കിന്റെ വില എത്രയോ വലുതാണ്. ഈ ലോകത്തില് ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു കരുതൽ കരുതി വെക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. രോഗശൈലിയിൽ താങ്ങുന്നു, പ്രയാസശൈലിയിൽ താങ്ങുന്നു, പ്രതികൂലങ്ങളിൽ താങ്ങുന്നു, ബുദ്ധിമുട്ടുകളിൽ താങ്ങുന്നു, കഷ്ടപ്പാടുകളിൽ താങ്ങുന്നു, രോഗശൈലിയിൽ താങ്ങുന്നു, സാമ്പത്തിക പ്രശ്നത്തിൽ താങ്ങുന്നു, കുടുംബ വൈഷമ്യത്തിന്റെ നടുവിലും അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് എന്ന് കാണാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിനെ യോഹന്നാനെ ഈ ശിഷ്യന്മാർ സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞു റോമൻ നിയമം അവരെ കൽപ്പുറകളിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 17 വാക്യം, അപ്പോൾ മഹാപുരോഹിതന്മാരും അവരുടെ പക്ഷക്കാരായ സദുക്യരും അസൂയബന്ധരായി അവർ അപ്പോസ്തലന്മാരെ ബന്ധിച്ചു പൊതു തടവിലാക്കി. പരസ്യമാണ്, രഹസ്യമല്ല. 18-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരെ ബന്ധിച്ച് പൊതു തടവിലാക്കി. 19, എന്നാൽ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ വാതിൽ തുറന്നു അവരെ പുറത്തു കൊണ്ടുവരികയാണ്. പ്രിയ ദൈവമക്കളെ, ഈ അപ്പോസ്തലന്മാരെ പിടിച്ചടിച്ച് ശരീരമാസകലം മുറിച്ചിട്ട് പരസ്യമായ ജയിലിൽ അടച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമകളെ, എന്റെ കർത്താവ് നിസ്സാരക്കാരനാണോ? ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവരെയാണ് ഈ പരുവത്തിൽ അപമാനിച്ച് ഇവരെ തകർത്ത് ധരിപ്പണമാക്കി ജയിൽ തുറങ്ങിൽ അടച്ചിരിക്കുന്നത്. രാത്രിയില് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഇതാ ദൈവത്തിന്റെ മകനായ ആ ജയിലിന്റെ വാതിൽ തുറക്കുകയാണ്. ഒരു ജയിൽ വാർഡന്റെയും ഒത്താശയുടെ ആവശ്യമില്ല, തുറന്നവരെ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ പുറത്തു കൊണ്ടുപോയി എല്ലാ ബോട്ടുകളും കടന്നിട്ട് മാതാവ് പറഞ്ഞു, ഇനി നിങ്ങൾ ഓടിപ്പോകോ, ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ഏതവസ്ഥയിലും നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണ്, പരിഹാരം അതിനേക്കാൾ സാധാരണമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലിന്റെ മുന്നിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തില് പൗലോസും ശീലാസും റോമൻ ജയിലിൽ കിടക്കുകയാണ്. അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ അവിടെയും ദൈവത്തിന്റെ മാലാഖ ഇറങ്ങി വരികയാണ്. ആദ്യം സംഭവിച്ചത് ആ ജയിലിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഈ ജയിൽ എന്ന് പറയുന്ന കെട്ടിടത്തിന്റെ പ്രവേശന കട്ടളയുമായി ചേർന്നാണ് ക്ലാമ്പ് വെച്ച് അതിൽ നിന്നാണ് ചങ്ങല പൗലോസിന്റെ ശീലാസിന്റെ കയ്യിലിരിക്കുന്നത്. ഒന്നാമത് ദൈവത്തിന്റെ കരുതൽ. ആ ജയിൽ എന്ന കെട്ടിടത്തിന്റെ അടിസ്ഥാനം ഇളക്കിയപ്പോൾ ഈ കട്ടിളപ്പടികൾ മുഴുവനും പറഞ്ഞു മാറി. അതിൽ നിന്ന് ഇവരുടെ എന്താണ് വീഴുന്നത്? ചങ്ങല മാറിപ്പോയാണ്. പ്രിയ ദൈവമകളെ, തൊഴേണ്ട ഫോക്കസിലാണ് ദൈവം തൊടുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ആവശ്യം അത്യാസന്നമായിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കരുതൽ നമ്മളെ ഉപയോഗിക്കും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ദൈവം എത്രയോ വലിയവനാണ്. അതുകൊണ്ട് പത്രോസ് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം, ഏവൻ തോട്ടം മുതൽ അനുസരണ വരെ നിത്യത വരെ പർദീസ വരെ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒരു കുറവുമില്ലാതെ ദൈവം നടത്തി തരുമെന്ന് കർത്താവിന്റെ നാമത്തിലൊക്കെയാണ്. സകലവും പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുക വേണ്ടത് കരുതുന്നവൻ ഇവിടെ ഉണ്ട്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, കരുതുന്നവൻ ഇവിടെ ഉണ്ട് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. തലേ രാത്രി പിറ്റേ ദിവസം
കരം കൊടുക്കണം. പക്ഷേ ആ രാത്രിയിൽ അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് കൊടുക്കേണ്ടതിന്റെ 4 മടങ്ങ് അവർക്ക് നൽകിയെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കരുതൽ ഭയങ്കരമാണ്. അതുകൊണ്ട് പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, പത്രോസ് പറയുന്നതാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. ആയതിനാൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഏത് സ്ഥലത്തും ഏത് ആവശ്യത്തിനും വേണ്ടി കരുതുന്ന ഒരു കർത്താവിനെയാണ് നാം പിൻപറ്റുന്നത്. അത് വെറുതെ ആയി പോകത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വാട്സാപ്പിനകത്തോ ഏതെങ്കിലും ന്യൂസിനകത്ത് നിങ്ങൾ ഒരു സംഭവം കണ്ടു. ഏതാണ്ട് ഒരു 6 മാസം മുമ്പാണ് അമേരിക്കയില് ഒരു കുടുംബത്തിന്റെ ഒരു സ്വന്തം സ്വകാര്യമായ ഹെലികോപ്റ്റർ, നമുക്കറിയാം ആമസോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഭയങ്കര വനമാണ്. ബ്രസീലാണ് ആ വനത്തിന്റെ കേന്ദ്രം. ആ വനത്തില് ഈ സ്വകാര്യ ഹെലികോപ്റ്ററിൽ കടന്നുപോയി ഭാര്യ ഭർത്താവും 4ഉം 7 വയസ്സുള്ള 2 പിള്ളേർ. ആ ഹെലികോപ്റ്റർ തകർന്ന് 2 പേര് മാതാപിതാക്കൾ 2 പേര് മരിച്ചു. പ്രിയ ദൈവമക്കളെ, ആ വാർത്ത ജീവിതത്തിൽ മറക്കാൻ കഴിയത്തില്ല. ഈ ആമസോൺ വനമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യനെ അതേപടി വിഴുങ്ങുന്ന ലോകത്തിലെ ഏറ്റവും മാരകമായ പാമ്പുകള്, അതേപോലത്തെ വന്യ ജീവികൾ കൊണ്ട് നിറഞ്ഞതാണ്. ഈ 7 വയസ്സുള്ള ആൺകുട്ടി 4 വയസ്സുള്ള തന്റെ സഹോദരി പെൺകുട്ടിയെയും കൊണ്ട് കൈപിടിച്ച് 7 കിലോമീറ്റർ നടന്ന് ആ വന അതിർത്തി കടന്നു ചെന്ന് അവര് ഒരാപത്തുമില്ലാതെ രക്ഷപ്പെട്ട ഒരു സംഭവം കാണുകയുണ്ടായി. പ്രിയ ദൈവമകളെ, ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഞെട്ടിക്കുന്ന ഈ ആമസോൺ വനത്തിൽ വെച്ച് എന്റെ ദൈവത്തിന്റെ കരുതൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടായിരുന്നു. ദൈവം ഏതവസ്ഥയിൽ കരുതുന്നവനാണ്, ഏത് പ്രയാസങ്ങളിലും അവൻ കരുതുന്നവനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകൾ, ഒരു അമ്മ പശു ഒരു തന്റെ കൊച്ചു ഗ്രാമമായിട്ട് ഒരറ്ററമ്പിൽ വെള്ളം കുടിക്കാനായി പോയി. ഒത്തിരി മുതലകളുള്ള ഒരാളാണ്. ഈ അമ്മ പശു കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പടുകൂറ്റൻ മുതല ഈ അമ്മ പശുവിന്റെ വായ്ക്ക് കയറി പിടിക്കുകയാണ്. വായ്ക്ക് പിടിച്ചിട്ട് ഒരു ഭാഗമേ കിട്ടിയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഈ കൊച്ചു കിടാവ് കരഞ്ഞ് കരഞ്ഞ് തൊട്ടടുത്തേക്ക് ഓടി. നമുക്കറിയാം, മുതലയെ പേടിക്കാത്ത ഒരു സാധനമുണ്ട്, ഹിപ്പോപ്പൊട്ടാമസ്. തൊട്ടപ്പുറത്ത് ഹിപ്പോപ്പൊട്ടാമസ് കിടപ്പുണ്ട്. ഈ കിടാവ് ആ ഹിപ്പോപ്പൊട്ടാമസിന്റെ അടുക്കളയിൽ ചെന്നിട്ട് 2 കൈയും മടക്കി വെച്ച് കരയുന്ന കാഴ്ച ഈ ഹിപ്പോപ്പൊട്ടാമസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇത് പോകുന്ന പുറകെ വന്നപ്പോൾ തന്റെ അമ്മയുടെ തല ഏതാണ്ട് മുതലയുടെ വായിലാണ്. ആ സമയം ഈ ഹിപ്പോപ്പൊട്ടാമസ് വന്നിട്ട് ഈ മുതലയെ വായിക്ക് തൊട്ടു മുകളിൽ പിടിച്ച് അലക്കി അടിച്ച് വെള്ളത്തിൽ നശിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം ഹിപ്പോപ്പൊട്ടാമസ് താൻ കിടന്ന സ്ഥലത്തേക്ക് പോയി. പ്രിയ ദൈവമക്കളെ, ചിന്തിപ്പിച്ച ഒരു കാര്യം, അതിനുശേഷം ഈ അമ്മ പശു ഗ്രാമം കൂടെ ഈ ഹിപ്പോപ്പൊട്ടാമസ് കിടന്ന ഈ പുഴയുടെ തീരത്ത് ഇതിന്റെ 2 പേരും കൂടെ ചെന്ന് 2 കൈ കൂട്ടി ഇങ്ങനെ കിടക്കുകയാണ്. നന്ദി അറിയിക്കുക. ഒരു മൃഗത്തിന് പോലും ഈ ഒരു തിരിച്ചറിവുണ്ട് അല്ലേ? ആ ഗ്രാമത്തിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഓടി വന്ന ഹിപ്പോപ്പൊട്ടാമസ് തന്റെ അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ രക്ഷിച്ച ഹിപ്പോപ്പൊട്ടാമസിനോട് ഒരു നന്ദി പറയുവാൻ അമ്മയും മകളും കൂടെ അല്ലെങ്കിൽ അമ്മയും മകനും കൂടെ ഓടിപ്പോയി ആ ഹിപ്പോപ്പൊട്ടാമസിന്റെ മുൻപിൽ മണലിൽ ഒരു പുഴയുടെ പക്കത്ത് തന്റെ കൈകൾ മടക്കി ഇങ്ങനെ കിടന്ന് നമസ്കരിക്കുന്ന ഒരു സീനറി ഞാൻ ഒരിക്കൽ കാണുകയുണ്ടായി. എത്രയോ അത്ഭുതമാണ് ഒരു ഉപകാരം ചെയ്ത വ്യക്തിയെ മറക്കാതിരിക്കുന്ന അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദി കയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മളെ കരുതുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവിനെ മറക്കരുത്. ഇത് കർത്താവിനോട് മാത്രമല്ല, ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്താൽ ആ മനുഷ്യനോട് നമുക്കൊരു കടമയുണ്ടായിരിക്കണം, കടപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യരിൽ പറയാണ്, അവന്റെ അവർണ്ണനീയമായ സ്നേഹം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
വലിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് വേണ്ടി കഴിയുന്ന ഒരു കർത്താവ് എന്നും നമ്മളോടൊപ്പമുണ്ട്. ആ കർത്താവ് നമ്മുടെ അന്ത്യത്തോടെ കരുതി സുരക്ഷിതമായ സ്ഥലത്തോടെ എത്തിക്കട്ടെ. ആമേൻ. യേശുവേ മണാളനേ